പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കുകയും നാളെ പരലോകത്ത് കാരുണ്യം വർഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ ഓരോ ആയത്തുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. അതിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ആയത്താണ് ഞാനിവിടെ ഖുതുബയുടെ ആവശ്യാർത്ഥം ഓതി നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നു. ഈ കൽപ്പനകൾക്ക് ശേഷം 3 കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തടുക്കുകയും ചെയ്യും. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നാം പഠിച്ചു വച്ച ഇസ്ലാം കാര്യം എന്നതും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഈമാൻ കാര്യം എന്ന് പറയുന്ന 6 വിഷയങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇത്രയും അധികം ധാരാളം വിവരങ്ങളുള്ള ഒരു ആയത്താണ് ഞാനിവിടെ ഓതി വെച്ചത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ആഗതനായ സന്ദർഭങ്ങളിൽ 2 തരത്തിൽ ആളുകൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ശത്രുതയുടെ നിലപാട് സ്വീകരിച്ചത് 2 തരത്തിലാണ്. ഒന്ന്, അവരുടെ കായിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകനെ തകർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നു. മറുഭാഗത്ത് പ്രവാചകൻ അവതരിപ്പിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ മുഴുവൻ സാഹിത്യങ്ങളും ചോർന്നു പോകാതെ അതിനോടനുബന്ധമായ ആയത്തുകൾ നിർമ്മിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പ്രവാചകനെ എതിർക്കുക, ഇതും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, വലീദ് ബിൻ മുഗീറ എന്നത് കുഫറുകളിൽ മുശ്രിക്കുകളിൽപ്പെട്ട ഒരു നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നല്ല യുവത്വം തുളുമ്പുന്ന 12 ആൺകുട്ടികളുണ്ടായിരുന്നു. 12 ആൺകുട്ടികളിൽ ഒരാൾ ഇസ്ലാം കൊണ്ട് പ്രസിദ്ധനാണ്. വലീദ് ബിൻ മുഗീറയുടെ ഒരു മകൻ ഇസ്ലാമിൽ വളരെ പ്രശസ്തനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്നാണ് പറയുക. ഖാലിദ് ബിൻ വലീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ വാൾ, ഇസ്ലാമിൻ്റെ ഖഡ്ഗം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സഹാബിയാണ് ഖാലിദ് ബിൻ വലീദ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വലീദ്. ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. എന്നു മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ചില പ്രയോഗങ്ങളും വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നഹു ഖദ്ദറ ഫക്കറ വ ഖദ്ദറ ഖുതില കൈഫ ഖദ്ദറ. അദ്ദേഹം ചിന്തിക്കുകയാണ് ഇസ്ലാമിനെതിരിൽ, പ്രവാചകനെതിരിൽ എന്ത് അപവാദമാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടേ കാലങ്ങൾ കഴിച്ചുകൂട്ടിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം അവസാനം ചെയ്തത്, ശത്രുക്കളായ പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി ഒരു ഹാളിൽ ഒരുമിച്ച് കൂട്ടി. ആ ഒരുമിച്ച് കൂട്ടപ്പെട്ട പണ്ഡിതന്മാരോടൊക്കെ, ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരോടൊക്കെ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രവാചകനെ കുറിച്ച് എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഒരു അപവാദം പറയേണ്ടത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ സ്വീകരിക്കണം. അത്തരത്തിലുള്ള അപവാദങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നു. അങ്ങനെ പല ആളുകൾ പല അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോന്നും എടുത്ത് വിശകലനം ചെയ്തതിന് ശേഷം വലീദ് പറയുന്നു, ഇതൊന്നും ആളുകൾ സമ്മതിക്കില്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞ് ഭ്രാന്തനാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭ്രാന്തൻ്റെ ചേഷ്ട മുഹമ്മദ് കാണിക്കുന്നില്ലല്ലോ, ആളുകൾ വിശ്വസിക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ വാദഗതികളെയും തകർത്തെറിഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നാം വെറുതെയെങ്കിലും ഖുർആനെ വിമർശിക്കാൻ നടക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപനം കേട്ട ഉടനെ വന്ന ശത്രുക്കൾക്കൊക്കെ എന്താ ഈ മനുഷ്യൻ, എന്തിനാ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്ത് പറഞ്ഞു. ആ പറഞ്ഞ സന്ദർഭത്തിലാണ് ഏതോ ഒരു മനുഷ്യൻ അവിടെ കയറി വന്ന ഒരാൾ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ
വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ എന്ന ആയത്ത് ദീൻ ഓതി കേൾപ്പിക്കുന്നു. ഈ ആയത്ത് ഇങ്ങനെ വലീദിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഹാദാ മാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യനിർമ്മിതമായ വചനമേ അല്ല, ഇതിന് എന്തോ ഒരു ദൈവീകതയുണ്ട്, നമ്മൾ അംഗീകരിച്ചേ തീരൂ. എന്നിട്ട് പറയുന്നുണ്ട്, ആയിലാഹ മൂരിക്കത്തുൻ, അതിൻ്റെ ശിഖരങ്ങൾ അങ്ങടെ തുളിരുകൾ വരിക തന്നെ ചെയ്യും. വ ആയിലാഹു മുസ്മിറ, അത് കായ്ക്കുകയും ഫലം സിദ്ധിക്കുകയും ചെയ്യും, അത് ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യും. അതിൻ്റെ അസ്ഫലുഹ, അതിൻ്റെ താഴ്ഭാഗത്ത് ധാരാളം ജലസംഭരണികളുണ്ട്. അങ്ങനെ ഇത് ഈ മരം, ഈ വൃക്ഷം പടർന്ന് പന്തലിച്ച് ഈ മക്കയെയും മദീനയെയും മുഴുവൻ അധീനപ്പെടുത്തും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ നേതാവ് കൂറുമാറിയോ എന്ന അർത്ഥത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞ് കൂടിയിരുന്ന ആളുകളൊക്കെ വളരെ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം, ഞാനെന്ന അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങളോട്, നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ ഒരുപാട് അഭിപ്രായം പറഞ്ഞില്ലേ, ആ പറഞ്ഞ കൂടുതൽ അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഏത് ശത്രുവാണെങ്കിലും അവൻ്റെ മനസ്സിൽ ഈമാൻ കയറാൻ മാത്രമുള്ള ഒരു ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ. ഇനി നമ്മളതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കൽ നല്ലതാണ്. അതായത് അല്ലാഹു യഅ്മുറു, കൽപ്പിച്ചിരിക്കുന്നു. അവൻ കൽപ്പിക്കുന്ന എന്താണ്? 3 കാര്യങ്ങളാണ്. അല്ല അതിൽ നിങ്ങൾ നീതി ചെയ്യണം, നിങ്ങൾ നീതി പാലിക്കണം. 1. രണ്ടാമത്തേത് വലിയ ഇഹ്സാൻ, നിങ്ങൾ നന്മ ചെയ്യണം. ഞാൻ നീതി എന്താണ്, നന്മ എന്താണ്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും ചില സമയങ്ങൾക്കുള്ളിൽ. അപ്പോൾ നോക്കൂ, നിങ്ങൾ നീതി പാലിക്കണം. വലിയ ഇഹ്സാൻ, നിങ്ങൾ നന്മ ചെയ്യണം. വഈതാഇ ദിൽ ഖുർബ, ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക് നിങ്ങൾ കൊടുക്കുകയും വേണം. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി, അതിക്രമം, നിഷിദ്ധം, നീചമായ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ വെടിയുകയും വേണം. 3 കാര്യങ്ങൾ വെടിയാനും 3 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ആവശ്യപ്പെട്ടു. ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നീതി. ഈ നീതി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ വീട്ടിലൊരു കാരണവർ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ധാരാളം സമ്പത്ത് നമ്മുടെ കൈവശമുണ്ട്. എന്ന് വെച്ചാൽ സമ്പത്ത്, അനന്തരാവകാശമായ സമ്പത്ത് അവിടെ നിലനിൽക്കുന്നു. അതിൽ ഒരു മകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ നീതിപൂർവകമായിട്ടാണ് നമ്മുടെ സമ്പത്ത് വിഭജിക്കേണ്ടത്, അതിൽ ഒരു അനീതിയും ഉണ്ടാകരുത് എന്ന് ഇത് പ്രഖ്യാപിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ സമ്മതിച്ചു. ഇവരുടെ വീട്ടിൽ 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമുണ്ട്. 8 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇത് വിഭജിച്ചു കൊടുത്ത് സ്ത്രീക്കുള്ളതിനേക്കാൾ ഇരട്ടി പുരുഷന്മാർക്ക് എന്ന തോതിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഈ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക് വീതിച്ചു കൊടുത്തു. ഒരു ഏറ്റവും. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ഇടയ്ക്ക് ഞാൻ അനീതി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, അനീതി ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് കറക്റ്റാണ്, വളരെ കൃത്യമാണ്. എന്താ ഈ കൃത്യത്തിൻ്റെ അർത്ഥം? അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിൽ ഒരു അല്പം പോലും ഇവിടെ ആർക്കും ചേർന്നിട്ടില്ല. നമുക്ക് കിട്ടേണ്ടത് മുഴുവൻ അങ്ങനെ എടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീതി എന്നത് പാലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നീതി കൊണ്ടുണ്ടാകുന്ന ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബങ്ങൾക്കിടയിൽ, കുടുംബാംഗങ്ങൾക്കിടയിൽ മുള്ളോ കല്ലോ അതുപോലെ പ്രശ്നങ്ങളോ വഴക്കുകളോ വക്കാണങ്ങളോ അതൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ കുടുംബ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ പോകുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ പോകാനുള്ള ഒരു ചാൻസുമില്ല. കാരണം അവിടെ എന്തു വേണമെന്ന് ചോദിച്ചാൽ ഇഹ്സാൻ, നല്ല രൂപത്തിലാണ് അനന്തരാവകാശം വിഭജിക്കേണ്ടത്. അവിടെ നീതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടുള്ളൊരു വർത്തമാനം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 4 ആൺകുട്ടികളിൽ ഒരാൾ, തൽക്കാലം മൂത്താളാണെന്ന് തന്നെ വെച്ചോളൂ, അദ്ദേഹം ഒരുപാട് പ്രാരാബ്ധത്തിലും പ്രശ്നത്തിലും രോഗത്തിലും മക്കൾക്ക് ജോലിയില്ലായ്മയിലും അങ്ങനെ ബുദ്ധിമുട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. ബാക്കിയുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ബാക്കി ഒന്നുമില്ല. ഇവർക്കിടയിൽ ഈ അനന്തരം ഇങ്ങനെ വീതിച്ചു കൊടുത്താൽ
സ്വാഭാവികമായും അനന്തരം വീതിച്ചിരിക്കുന്നു, നീതിപൂർവകമാണ്. പക്ഷെ ഏറ്റവും നല്ല രീതിയിലായോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിലായില്ല. ഇവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടാകുമെന്ന് വെച്ചാൽ സ്വത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാവുകയില്ല, ഒരു കാര്യം ഉണ്ടാകില്ല. പക്ഷേ ഇവർക്കിടയിൽ നന്മകൾ വളരുമോ എന്ന് ചോദിച്ചാൽ, നല്ല ബന്ധം ഉടലെടുക്കുമോ എന്ന് ചോദിച്ചാൽ, ഉള്ള ബന്ധം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. എങ്കിൽ എന്തു ചെയ്യണം? നീതി പാലിക്കുന്നതോടൊപ്പം ഏറ്റവും നന്മയുടെ രൂപത്തിൽ അതിനെ വിഭജിക്കപ്പെടണം. കാരണം ഈ വിഭജിക്കുന്ന ആൾ, തൻ്റെ ഇടമുള്ള ആൾ, ബാക്കിയുള്ള സഹോദരന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ സഹോദരനാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത മക്കൾ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് എടുത്തിട്ട് അതും കൂടെ ചേർത്ത് നമ്മുടെ ഈ മൂത്ത സഹോദരന് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നീതി പാലിച്ചു, അതോടൊപ്പം തന്നെ അവർ ഈ വിതരണത്തിൽ നന്മയും പാലിക്കുന്നു. അപ്പം നീതി പാലിക്കുക എന്നതോടൊപ്പം തന്നെ നന്മയും പാലിച്ചാൽ സ്വാഭാവികമായിട്ട് കുറച്ച് സമ്പത്ത് കുറച്ച് കൂടുതൽ കൊടുത്തു എന്ന് വയ്ക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആ മൂത്ത സഹോദരൻ്റെ മക്കൾ മറ്റുള്ളവരോടുള്ള ബന്ധം എന്തായിരിക്കും? എൻ്റെ എളാപ്പ, അല്ലെങ്കിൽ എൻ്റെ അമ്മായി, അല്ലെങ്കിൽ എൻ്റെ കുപ്പീമ, അല്ലെങ്കിൽ എൻ്റെ മാമൻ, ഇവരൊക്കെ നമ്മളോട് എന്താ അലിവ് കാണിച്ചത്, എന്തൊരു കാരുണ്യമാണ് കാണിച്ചത്, അവർക്ക് കിട്ടേണ്ട അവകാശമാണ് നമ്മൾക്ക് വിട്ടു തന്നത് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധം, ഈ തായിദിൽ കുർബ, ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട രൂപത്തിൽ നീതി പാലിച്ച് കൊടുക്കണം. അതിലുപരി നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണം. ആ നല്ല രീതിയിൽ കൊടുക്കുക എന്നിടത്ത് എത്തിയാൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാകും, കുടുംബ ബന്ധം വളരും, അത് തഴച്ചു വളരുക തന്നെയും. ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നീതി പാലിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല ബന്ധങ്ങൾ വേണമെങ്കിൽ നീതി പാലിച്ചാൽ മാത്രം മതിയാവുകയില്ല. ഈ ഇഹ്സാൻ എന്ന് പറയുന്ന നന്മ, അപ്പം നീതി ചെയ്യുന്നിടത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള നീതി എന്താണോ അതെന്ത് ചെയ്യേണ്ടതുണ്ട്? ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി ഈ തായിദിൽ കുർബ, ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക. ഈ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുക എന്നത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളായിട്ട് കൊടുക്കാൻ കണക്കാക്കപ്പെടുന്നവരിൽ സ്വാഭാവികമായും ഓരോരുത്തരും അവരവരെ കുറിച്ച് ഒന്ന് സ്വയം എന്ന് ചോദിച്ചു നോക്കൽ നല്ലതാണ്. എൻ്റെ ബന്ധുമിത്രാദികൾ, അത് ഞാൻ സഹായിക്കപ്പെടേണ്ടവരാരാണ്? എൻ്റെ സമ്പത്ത് ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? ഒന്നാമത് എൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, ഇതുപോലുള്ള ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുക എന്നുള്ളതിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടേ ഇല്ല. എവിടെ നോക്കിയാലും കണ്ടെത്താൻ കഴിയില്ല. ഉലിൽ ഖുർബ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ. അടുത്ത ബന്ധുക്കൾ ആരാണ്? അടുത്ത ബന്ധുക്കൾ ആരാണ്? എനിക്ക് ജനിച്ചവർ, എന്നോടൊപ്പം ജനിച്ചവർ എന്ന് വെച്ചാൽ എൻ്റെ സഹോദരി സഹോദരന്മാർ, അവരുടെ മക്കൾ, എൻ്റെ പിതാവിന് ജനിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്താപ്പ, എളാപ്പ പോലുള്ള ആളുകൾ, അവരുടെ കുട്ടികൾ, ഇവരൊക്കെ കൂടെ ചേർന്നാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അനന്തരാവകാശമൊക്കെ വിഭജിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം നോക്കുന്നു, അനാഥനായ ഒരു ബാലനെ അവിടെ കണ്ടെത്തിയപ്പോൾ ഈ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിരുത്തി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ദേഹത്തെ, ഈ അനാഥ ബാലനെ നോക്കേണ്ട ബാധ്യത ഈ കുടുംബത്തിൽപ്പെട്ട നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഏൽപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് സഹാബാക്കൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ച്. ഞാൻ ഔദാര്യം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തിൽ നിന്നുമുള്ള ഔദാര്യം കൊടുക്കണമെന്നല്ല പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉലിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ബന്ധുമിത്രാദികളാണ് ഇവർ, കൽപ്പനക്രിയയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ വല്ല വെടിപ്പോടുകൂടെ വൃത്തിയായി ഏറ്റവും നല്ല രീതിയിലാണ് നാം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മിൽ നന്മയുണ്ടാക്കും എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ, ഇതിൽ ഇഹ്സാൻ എന്ന് പറയുന്നൊരു സംഗതി, നന്മ ചെയ്യുക,
ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ടൗണിനെ കുറിച്ചുള്ള പ്രത്യേക സ്വഭാവങ്ങളൊന്നും എനിക്ക് അറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ പിച്ചക്കാരെന്ന് പറയുന്ന ഭിക്ഷക്കാരെന്ത് ചെയ്യും, വീട്ടിലേക്ക് രാവിലെ കയറി വരും. നിങ്ങളെപ്പോലെ അങ്ങാടിയിലിരിക്കുന്നവരാണെങ്കിൽ പറയാം, അങ്ങാടി തുറന്നിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, പൊയ്ക്കോന്ന് എന്ത് ചെയ്യാൻ പറയാം. വീട്ടുകാർക്ക് അങ്ങനെ അങ്ങാടി തുറന്നിട്ടില്ല പറയാൻ വഴിയില്ല. സ്വാഭാവികമായും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിയ പൈസ 10 രൂപ എടുത്ത് എന്ത് ചെയ്ത് കൊടുത്തു. ഇത്രയൊക്കെ നിങ്ങൾ കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. തൽക്കാലം ഒരു ഉദാഹരണത്തിന് വേണ്ടി എന്ത് ചെയ്ത് തൽക്കാലം സമ്മതിക്കുക, 10 രൂപ എടുത്ത് കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ആ പൈസ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയുള്ളൂ, വേറെ താഴത്തുള്ള ചില്ലറയില്ല എന്നാൽ 10 രൂപ കൊടുക്കുന്നത് കൊടുത്തയച്ചു വാങ്ങിച്ചു പോയി. ആ കിട്ടിയ ഭിക്ഷക്കാരനോ ഭിക്ഷക്കാരിക്കോ അവർക്കും സന്തോഷം, കാരണം 10 രൂപ ഒന്നായിട്ട് കിട്ടുകയാണ് സന്തോഷം. അതിനുശേഷം വേറൊരാൾ വന്നു, അവർക്കും ഇതുപോലൊരു 10 രൂപ. നമ്മുടെ വീട്ടിലുള്ള ആളോട് പറഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. ഞാൻ ആ 10 രൂപ എടുത്തിട്ട് ആ സ്ത്രീക്ക് എന്ത് ചെയ്യുന്ന, ഭിക്ഷക്കാരിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞു, എവിടെന്നാ വരുന്നത് ചോദിച്ചു. എന്താ ഇത്ര ബുദ്ധിമുട്ട്, എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾ, വീട്ടിലാരൊക്കെ ഉള്ളത്, നിങ്ങൾ സഹായിക്കാൻ ആളൊന്നുമില്ലേ എന്നിത്യാദി ഒരുപാട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചു. ഈ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് മുഴുവൻ ഞാൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചു അവരോട്. ഒരു മനുഷ്യ സ്ത്രീ എന്ന രീതിയിൽ അവരോട് ഞാൻ വർത്തമാനം പറഞ്ഞു, അവരതിന് മറുപടി പറഞ്ഞു. ഇടയ്ക്ക് ചിരിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും പറഞ്ഞതുമൊക്കെ, അല്ലാതെ അവരുടെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നേരം വെളുത്ത ഉടനെ തുടങ്ങിയല്ലേ നിങ്ങളുടെ പരിപാടി എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. ചിരിച്ച് സന്തോഷത്തോട് ചോദിച്ച് അവർക്കും സന്തോഷമായി. അവസാനം ഒരു 10 രൂപ എന്ത് ചെയ്ത് അവർക്ക് കൊടുത്തു. അവർ പോയിട്ട് വരട്ടെ, ഇനിയും കാണാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് അവർ പോയി. അൽഹംദുലില്ലാഹ് ഇനിയും സൗകര്യമുള്ള സമയത്ത് വന്നോളൂ എന്ന് പറഞ്ഞത് വിട്ടു. ഈ രണ്ടാമതൊരു 10 രൂപ ഞാൻ കൊടുത്തു, ആദ്യത്തെ 10 രൂപയും കൊടുത്തു. ഇതിൽ ഏറ്റവും നന്നായി കൊടുത്തു എന്ന് പറഞ്ഞ ഏതാണ്? നമ്മുടെ വല്യങ്ങാടിയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില്ലറ പൈസകൾ എന്ത് ചെയ്യും, ഒരു സംഖ്യയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകും. അത് അവിടെ നിന്ന് എടുത്തോ, അവിടെ നിന്ന് എടുത്തോ. മറ്റൊന്നില്ല, തൻ്റെ കൈ കൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എടുത്തിങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാലോ, അത് അവർക്ക് വലിയ മനസ്സിന് സംതൃപ്തിയാണ്. കാരണം ഒരേ സാധനം കൊടുക്കുന്നു, പക്ഷേ കൊടുക്കുന്നതിൽ ഒന്ന് കൊടുത്തു എന്ന് പറയുന്ന ആ കടമ നിർവഹിച്ചു. രണ്ടാമത്തേത് സന്തോഷത്തോടുകൂടെ കൊടുക്കുന്നു. ഈ സന്തോഷത്തോടു കൂടെ കൊടുക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഇതല്ലാത്തൊരു ഉദാഹരണം നോക്കുക. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു, ഇത്തിരി വെള്ളം വേണമെന്ന് ചോദിച്ചു. വേഗം നമ്മൾ വീട്ടിനകത്ത് കിടന്നെന്ത് ചെയ്തു, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തെന്ത് ചെയ്തു കൊടുത്തു, അത് കുടിച്ചു. അദ്ദേഹത്തിന് ദാഹം ശമിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടത് കൊടുത്തു, അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. വേറൊരാൾ വന്നു, ഇത്തിരി വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കും കുട്ടിയെന്നും പറഞ്ഞ് എന്ത് ചെയ്തു, ഉള്ളിലുള്ള ആളെ ഞാനെന്ത് ചെയ്തു വിളിച്ചു. അയാൾ സമയം വൈകിക്കൊണ്ടേയിരിക്കുകയാണ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തട്ട്, അതിൻ്റെ പുറത്തൊരു 4 ഗ്ലാസ്, ഒരു കപ്പ് നിറയെ വെള്ളം. ഇത് മൂന്നും കൂടെ കൊണ്ട് എന്ത് ചെയ്ത് മേശപ്പുറത്ത് എന്ത് ചെയ്ത് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ എന്ത് ചെയ്ത് കൊണ്ടുവച്ചു. ഇതിൽ ഈ 2 കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ രണ്ടാമത്തെയാണ്. കാരണം കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്, പക്ഷേ കൊടുക്കുന്ന ആ മനസ്ഥിതിയുടെ വിശാലത അനുസരിച്ചാണ് അവരെ സൽക്കരിച്ചത്. രണ്ടവിടെയും സൽക്കാരമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണ്, അധികം നഷ്ടമൊന്നുമില്ല, ഒറ്റ ഗ്ലാസ് വെള്ളമാണ്. പക്ഷെ ആദ്യം കൊടുത്ത രൂപത്തിലല്ല, മറ്റത് മനസ്സാക്ഷിയോടുകൂടെ ഏറ്റവും നല്ല രീതിയിലാണ് കൊടുത്തത് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാര്യം ചെയ്യുന്നു, അത് നന്നായി ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം അതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് പെരുമാറണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഏറ്റവും നല്ല രീതി ഏതാ? ഒന്ന് കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇഹ്സാനോടുകൂടെ അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഇന്ന് നമുക്ക് കഴിയാത്തതാണ്. അതെ, സാമ്പത്തികമായ സൗകര്യമുള്ള ഒരാൾ ഒരു നിർദ്ധനനായ ഒരാളെ നേർക്ക് നേരെ കണ്ടുമുട്ടിയാൽ ആരെ നോക്കി ചിരിക്കേണ്ടത്? എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ടെന്ന്. പ്രായോഗിക ജീവിതത്തിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാത്തവൻ ഉള്ളവൻ്റെ നോക്കി എന്ത് ചെയ്യണം? ചിരിക്കണം എന്നതാണ്.
പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഇഹ്സാൻ ഏറ്റവും നല്ല സ്തുത്യർഹമായ ഏറ്റവും നല്ല രീതിയിലും ശൈലിയിലുമുള്ള രൂപം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചിരിക്കാൻ പ്രവാചകന് കഴിയുന്നു. ആദ്യം ചിരിക്കാൻ ആർക്ക് കഴിഞ്ഞോ അവന് അഹങ്കാരിയാകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വർത്തമാനം പറയുന്നതിൽ, ഇടപെടുന്നതിൽ, വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വിഷയമെന്ന് പറയുന്നത് ഇഹ്സാൻ എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഏതോ അത് ചിരിക്കുമെങ്കിൽ അത് ആ ഇഹ്സാൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് നല്ല മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക. ആ ചിരി വറ്റുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൊരു സലാം എന്ത് ചെയ്യുക പറയുക. എന്താ നഷ്ടമുള്ളത്? ഒരു നഷ്ടമില്ലാതെ, സാമ്പത്തികമായി ഒരു പൈസയുടെ നഷ്ടമില്ലാതെ മാനസികമായ ഒരു വികാസം. അത് പെട്ടെന്നൊന്നും അറ്റാക്ക് വരില്ല. നന്നായി ചിരിക്കുന്ന മനസ്സിൽ ഒരു പ്രശ്നവുമില്ലാത്ത ആളുകൾക്കൊന്നും ഒന്നും വരില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു, നന്മയെക്കുറിച്ച്. എന്തറിയോ? നിങ്ങളുടെ അയൽപക്കത്തുള്ളവരൊക്കെ വളരെ നല്ല സ്വഭാവത്തിലും നല്ല രീതിയിലും നല്ല സൗകര്യത്തോടും കൂടെ നീ ജീവിക്കും. നല്ല കാശുണ്ട്, നല്ല മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, സ്വത്തുണ്ട്, നല്ല കച്ചവടം നടക്കുന്നത്, എല്ലാം നടക്കുന്നത്, നല്ല സ്വസ്ഥതയിലാണ് അവർ ജീവിക്കുന്നത്. അവർ സ്വസ്ഥതയോടുകൂടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുമെങ്കിൽ, ഞാൻ പറയുന്ന വാക്ക് മലയാളത്തിലാണ്, ശ്രദ്ധിക്കുക. അവർ നിങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകളൊക്കെ സ്വസ്ഥമായി പ്രശ്നമൊന്നുമില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ ജീവിക്കുന്നു എന്നത് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത, നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്താ നിങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നോക്ക് എന്ന് ചോദിച്ചാലും പറയും ഒന്നുമില്ല, ആ അടുത്ത വീട്ടിൽ ആ രണ്ടാമത്തവനും PSC കിട്ടിയെന്നാണ് പറയണത്. അടുത്ത വീട്ടിൽ രണ്ടാമത്തവനും PSC ജോലി എന്തോ കിട്ടി, ഗവൺമെൻറ് ജോലി എന്തോ കിട്ടി എന്നാ പറയണമെന്ന്. ആ പറയുന്നതിന് ഇയാൾക്ക് എന്താ അസ്വസ്ഥത? ഒരു മനുഷ്യൻ്റെ ഇഹ്സാൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാൾക്കൊരു സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം വരികയാണ് എങ്കിൽ ആ സന്തോഷത്തിൽ അകമഴിഞ്ഞ് പടച്ചവനെ എന്നും പറഞ്ഞ് എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ കഴിയണം. എല്ലാ മേഖലകളിലും ഒരു രോഗിയായി കിടക്കുന്ന ആൾ പോലും എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ രോഗം വന്നാൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിൽ ഇഹ്സാനുണ്ട്. ഒരു വലിയ പണ്ഡിതൻ മുസ്തഫ സിബായി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഈ പണ്ഡിതൻ 82-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചു. 82-ാമത്തെ വയസ്സിൽ രോഗം ബാധിച്ച ഒരു സൈഡ് മുഴുവൻ തളർന്ന രോഗമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി പോയിരുന്നു. അവർ ചോദിച്ചു കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു. ചില അറബിയിൽ എന്താ വിശേഷം, ഹൗ ആർ യു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ. ഒരു സൈഡ് മുഴുവൻ തളർന്ന് പിടിച്ച് കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ പോയപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ. എല്ലാം സംതൃപ്തമായ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്ന രൂപത്തിൽ എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഈ കൂടെ രോഗം നോക്കാൻ വേണ്ടി പോയ ആളുകളുടെ മനസ്സിലൊക്കെ എന്താ ഈ മനുഷ്യൻ ഇപ്പോഴും അൽഹംദുലില്ലാ പറയുന്നത് ചോദിച്ചു. ഒരു മനസ്സിൽ തോന്നുക എന്താ ഈ മനുഷ്യൻ ഇപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു 81 വർഷക്കാലം ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യവും ആയുസ്സും തൗഫീക്കും മക്കളെയും വിദ്യാഭ്യാസവും ഒക്കെ തന്ന് എന്നെ സംരക്ഷിച്ച ഈ അള്ളാഹു ഇപ്പോൾ എനിക്കൊരു രോഗം തന്നു. ഇതാണ് ഞാൻ പറയേണ്ടത്. ഞാൻ ഏതിലാണ് സന്തോഷിക്കേണ്ടത്? ആ 81 വർഷക്കാലം ഒരു പ്രശ്നവുമില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ ജീവിക്കാൻ സൗകര്യം തന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രയോഗങ്ങളല്ല നിങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു സൈഡ് തളർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എനിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടില്ല, വർത്തമാനം പറയാൻ കഴിയുന്നുണ്ട്, ഓർമ്മശക്തി പോയിട്ടില്ല, എനിക്ക് പേന കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ട്, പിന്നെന്തിനാണ് ഞാൻ അസ്വസ്ഥതപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭങ്ങളിൽ നാം എങ്ങനെയാണ് ഇഹ്സാനോടുകൂടെ അള്ളാഹുവോട് പ്രതിപാദിക്കേണ്ടത്? ചോദിക്കുന്നതിന് ഉത്തരം പറയുമ്പോൾ അൽഹംദുലില്ലാ, പടച്ചവനാണ് സർവസ്തുതിയും, അവനാണ് ഇത്രയും കാലം എന്നെ രക്ഷിച്ചത്, അവൻ്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വളരെ ആരോഗ്യത്തോടുകൂടെ സുഭിക്ഷമായി ജീവിക്കുന്നത് എന്ന ഒരു വിചാരം നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെ പ്രതികരണങ്ങളിൽ അടക്കം നാം എന്ത് ചെയ്യണം? ഇഹ്സാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല ശൈലിയും രീതിയും നാം തുടർന്ന് പോരേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.